ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വോയിസ് ഓഫ് ഷാദി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. നന്നായി ഫ്രഷാക്കി വൃത്തിയാക്കി വെച്ച ചെമ്മീനുണ്ട്. പിന്നെ 2 തക്കാളി ഉണ്ട്, 2 ഉള്ളി ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടായ കുറച്ച് കരിവേപ്പിലുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, 2 പച്ചമുളക് വേണം, പിന്നെ ഒരു ഏലക്ക, പട്ട, പൂവ്. ഇങ്ങനെ ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത്ര ചെമ്മീനിലേക്കാണ് നമ്മൾ ഇത്ര കാര്യങ്ങൾ എടുത്തത്. അപ്പം നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്, ചെമ്മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം. അതിനായി ആദ്യം തന്നെ നമ്മൾ കുക്കറൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാകുമ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുക്കർ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുകയാണ്. അത്യാവശ്യം ഓയിലി അല്ല, ഈ ഒരു വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആ കറുവപ്പട്ടയും പൂവും ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഉണക്കിയോ? അതിന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിം ആകുമ്പോൾ താഴെ നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇഞ്ചി വെളുത്തുള്ളി കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളി നമ്മൾ നന്നായിട്ട് വാട്ടുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 2 മണി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്, ഒന്ന് വാടിയിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി ഈ ഉള്ളി ഇത്ര വാടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ച ഈ 2 തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുമ്പോൾ അതിനകത്ത് പൊടികളൊക്കെ ചേർക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചെമ്മീൻ്റെ മുകളിലത്തെ ആ കറുത്ത ലൈന് പോക്കാൻ ശ്രദ്ധിക്കണം, അത് കുട്ടികൾക്കൊന്നും പറ്റില്ല. നന്നായി വാടണം, പക്ഷേ വിസിലടിക്കും എന്തായാലും മീൻ വെന്തോളും. പക്ഷെ ഇതൊക്കെ ഒന്ന് ഇതിനകത്തൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ഈ ചെമ്മീനൊരിതാ വെള്ള കളറായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി ഉണ്ട്, ഗരം മസാല ഉണ്ട്, ചിക്കൻ മസാല ഉണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, സാദാ മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്. ഇതെല്ലാം 1 ടീസ്പൂണാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ അളക്കുന്ന അളവിനനുസരിച്ച് പൊടീൻ്റെ അളവും കൂട്ടാം കേട്ടോ. ഇത്രയും പൊടികളാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. പൊടി സാദാ മുളക് പൊടി, കാശ്മീരി പൊടി, പിന്നെ നമ്മളെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലൻ്റെ പൊടി. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി ചിക്കൻ മസാല. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ആ മസാല ചെമ്മീനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് എടുത്ത് വെച്ച കരിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് സിമ്മാക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു കപ്പ് വെള്ളം. ഇനി ഈ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം, ചെമ്മീനിൽ എന്തായാലും വെള്ളം അതിൻ്റെ അകത്തേക്ക് വരും. അതിന് പുറമേ ആയിട്ട് നമുക്കിപ്പം ഗ്രേവിയൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഇത്തിരി 1 കപ്പ് ഞാനിപ്പോൾ ഈ 1 കപ്പാണ് എടുത്തത്. ഇതിൻ്റെ ഒരു പകുതി ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഉപ്പ് നോക്കി പാകത്തിനാക്കിയിട്ട് ഇനി നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതിൽ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഉപ്പുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് അടച്ച് വെക്കുക. സിമ്മിലിട്ട് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും ആയിട്ട് അതിൻ്റെ ഇടയിൽ എത്ര വിസിൽ വരുന്നത് വന്നോട്ടെ.
ടോട്ടൽ ഞാനിപ്പം വെക്കുന്നത് 3 വിസിലിനാണ്. അപ്പം ഓരോരുത്തരുടെ കുക്കറിൻ്റെ അതിനനുസരിച്ചിട്ട് വിസിലിൻ്റെ അത് നോക്കുക, ചെമ്മീൻ വേവുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് സെർവ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ചെമ്മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.